കേരള ബാങ്ക് പറവൂർ ശാഖയുടെ MSME വായ്പാമേളയും വിതരണോദ്ഘാടനവും നടത്തി. ഏരിയ മാനേജർ മിഷ ചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ജില്ലാ വ്യവസായ കോർഡിനേറ്റർ ആഷ്വൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ബ്രാഞ്ചുകളിലും എല്ലാ ഏരിയയിലും ഇങ്ങനെയുള്ള വായ്പാ മേളകൾ സംഘടിപ്പിക്കുക, അതുവഴി MSME സംരംഭകർക്ക് കൂടുതൽ വായ്പകൾ ലഭ്യമാക്കുക, അതിന്റെ സ്കീമിന്റെ പ്രത്യേകതകൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു യോഗം നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കേരള ബാങ്കിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വ്യവസായ വകുപ്പിന്റെ ഓരോ സ്കീമുകളായാലും അതുപോലെ തന്നെ പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്കീമിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ സ്കീമിലായാലും ചെയ്യാൻ പറ്റുന്ന കേസുകൾ നമുക്കറിയാം. കേരള ബാങ്കിന്റെ 2 മാനേജർമാരിവിടെ ഉണ്ട്, രേഖാ മേഡം ഉണ്ട്, അതുപോലെ ഈവനിംഗ് ബാങ്കിന്റെ മാനേജർമാരുണ്ട്. അപ്പൊ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള ഒരു സഹകരണം ഇന്നുവരെ നമുക്കുണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കുറിച്ചുള്ള പദ്ധതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നിലവിൽ മാനുഫാക്ചറിങ്, അതുപോലെ സർവീസ്, ഉൽപാദന മേഖല, സേവന മേഖല, ഈ മേഖലയിൽപ്പെട്ട സംരംഭങ്ങൾ നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് 15 മുതൽ 35% വരെ സബ്സിഡി നമുക്ക് ഉളവാകുന്ന സ്കീമുകൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഓരോ സ്കീമുകളും മേഡം നേരത്തെ പരാമർശിച്ചു. PMFME നമുക്കറിയാം, ഫുഡ് സെക്ടറിലുള്ള എല്ലാ യൂണിറ്റുകൾക്കും നമുക്ക് ആ സ്കീം പ്രകാരം ചെയ്യാവുന്നതാണ്. അപ്പൊ ഫുഡിന്റെ ഏതെങ്കിലും യൂണിറ്റുകൾ ഇപ്പൊ ഇതുവരെ സാങ്ഷൻ ആയ കേസുകൾ ഉണ്ടെങ്കിൽ ആ സ്കീമിലോട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് നമ്മുടെ സ്കീമുകളെല്ലാം മിഷനറി ബേസ്ഡ് ആണ്. പിന്നെ അതുപോലെ ട്രേഡിന് നമുക്ക് സ്കീമുകളുള്ളത് ഒരു 1 ഫാമിലി 1 എന്റർപ്രൈസ് എന്നുള്ള സ്കീമുണ്ട്. 6% വരെ ലോൺ പീരീഡിൽ പലിശ ഉളവാകുന്ന ഒരു സ്കീമാണ്. അത് 5 വർഷത്തേക്ക് ലോൺ പീരീഡിൽ നമുക്ക് കിട്ടുന്നതാണ്. അത് കേരള ബാങ്കിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. മെയിനായിട്ട് പേഴ്സണൽ ലോൺ അല്ലാതെ MSME യൂണിറ്റുകൾക്ക് മാനുഫാക്ചറിങ്, സർവീസ്, ട്രേഡ്, ഈ 3 യൂണിറ്റുകൾ ഏതായാലും നമുക്ക് ആ സ്കീം വഴി പരിഗണിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സംരംഭകർക്കും എല്ലാ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു. പുതിയതായിട്ട് നമ്മൾ സംരംഭം തുടങ്ങണവർക്കും അല്ല, സംരംഭം നേരത്തെ ഉണ്ട്, അവർക്ക് അവരുടേതായ സംരംഭം വികസിപ്പിക്കുന്നതിനായിട്ട് നമ്മളിപ്പോൾ ലോൺ കൊടുക്കുന്നുണ്ട്. ഈ MSME മാസമാണ് ഇപ്പോൾ MSMEയുടെ എല്ലാ ബാങ്കുകളിലും അത് ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ മറ്റേ കേരള ബാങ്കിലല്ലാതെ വേറെ മുദ്ര ലോൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റു ബാങ്കുകളിൽ നിന്നുണ്ട്. അതിന്റെ തന്നെ കേരള ബാങ്കിലെ ഇപ്പൊ പലതരം പേരുകളിലാണ് ഈ മാർജിൻ മണി വായ്പ അത് വരണം. അപ്പൊ നമ്മൾ ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിൽ 25% നമ്മളുടെ ഫണ്ടായിട്ട് കാണണം. ബാക്കി 75% നമ്മൾ ലോണായിട്ട് എടുക്കാനായിട്ട് ഉദ്ദേശിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്തൊരു സംരംഭം തുടങ്ങണമെങ്കിലും നിങ്ങൾക്ക് സബ്സിഡിയൊക്കെ ആവശ്യമുള്ളതാണെങ്കിൽ വ്യവസായ വകുപ്പിൽ അന്വേഷിച്ചാൽ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂടുതലായിട്ട് തരും. ചടങ്ങിൽ സുമിത, മണി സന്തോഷ്, സംഗീത ബിജു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. AM ചിന്ത വായ്പാ പദ്ധതികളെക്കുറിച്ച് വിശദീകരണം നൽകി. രേഖ G നായർ സ്വാഗതവും സ്മിന MJ നന്ദിയും രേഖപ്പെടുത്തി.